ധനഹാകാലം 4-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ തിരുസഭാ മാതാവ് വചനവിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ തന്റെ ജീവിതത്തിന്റെ അവസാനം എത്തിയപ്പോൾ, വാർദ്ധക്യത്തിലെത്തിയപ്പോൾ താൻ അനുഭവിച്ച, ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ആ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് സുവിശേഷം രചിക്കുവാനായിട്ട് തീരുമാനിക്കുകയാണ്. അദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോൾ യേശു പ്രവർത്തിച്ച അനേകം അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. അതുകൊണ്ട് അദ്ദേഹം സുവിശേഷത്തിന് അവസാനം ഇപ്രകാരം എഴുതി വെച്ചു: ഈശോ ഈ ഭൂമിയിൽ പ്രവർത്തിച്ച എല്ലാ അടയാളങ്ങളും നാം രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് ഉൾക്കൊള്ളുവാനായിട്ട് ഈ ലോകത്തിന് തന്നെ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം ഈശോയുടെ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും എടുത്തുകൊണ്ട് അതിനെ 7 തിരിക്കുകയാണ്. അദ്ദേഹം അതിനെ വിളിക്കുന്നത് അത്ഭുതം എന്നല്ല, അടയാളം എന്നാണ്. അതിലെ ആദ്യത്തെ അടയാളമാണല്ലോ കാനായിലെ കല്യാണ വിരുന്ന്. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കി പകർത്തിക്കൊണ്ട് ഈശോ തന്റെ ശിഷ്യന്മാരെ വിശ്വാസത്തിലേക്ക് നയിക്കുകയാണ്. സുവിശേഷ ഭാഗത്തിന്റെ അവസാന ഭാഗത്ത് എന്തിനാണ് ഈ അടയാളങ്ങൾ എന്ന് സുവിശേഷ ഗ്രന്ഥകാരൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയാണ്. വചനം ഇപ്രകാരം പറയുന്നു: യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമായിരുന്നു ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അപ്പോൾ ഓരോ അടയാളവും യേശുവിന്റെ മഹത്വം മനോഹരമായിട്ട് മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ അത് ശിഷ്യന്മാർ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിനും വേണ്ടിയാണ്. ഇന്ന് ഈ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മയും ഈശോ ക്ഷണിക്കുന്നത് യേശുവിലുള്ള മഹത്വത്തെ നമ്മൾ കൂടുതൽ തിരിച്ചറിയുന്നതിനും അവനിലുള്ള നമ്മുടെ വിശ്വാസം കൂടുതൽ ആഴപ്പെടുന്നതിനും വേണ്ടിയാണ്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥം ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ദൈവം തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്ന, വെളിപ്പെടുത്തുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകത്തില് 1-ാം വായനയിൽ നാം ഇപ്രകാരം വായിച്ചു കേട്ടു: ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ ദൈവം വാഗ്ദാന നാട്ടിലേക്ക് നയിക്കുകയാണ്. പ്രകാരം വാഗ്ദാന നാട്ടിലൂടെ പോകുന്നത് മരുഭൂമി യാത്രയാണ്. ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂടുണ്ട്, അവർക്ക് വെള്ളം കിട്ടുന്നില്ല. ഈ അസ്വസ്ഥതകളൊക്കെ വരുമ്പോൾ അവർ ഓർക്കുന്നത് ഈജിപ്തിലെ പഴയ ഇറച്ചി പാത്രങ്ങളെയാണ്. അവർ ഓർക്കുകയാണ്, ഞങ്ങൾ ഈജിപ്തിലായിരുന്നെങ്കിൽ എത്ര മനോഹരമായിരുന്നു, അവിടെ ഇത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നേരത്തിന് നല്ല ഇറച്ചി കഷ്ണങ്ങൾ കിട്ടുമായിരുന്നല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ ദൈവത്തിനും മോശയ്ക്കുമെതിരെ വിലപിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവം എന്താണ് ചെയ്തത്? ദൈവം കടലിൽ നിന്ന് മനോഹരമായ ഒരു കാറ്റയക്കുകയാണ്. എന്നിട്ട് കാടപ്പക്ഷികൾ കൊണ്ട് 2 മുഴം ആഴത്തില് അവർ നിന്നിരുന്ന പാളയത്തിന് ചുറ്റും ഈ കാടപ്പക്ഷികളെ കൊണ്ട് നിറയ്ക്കുകയാണ്. അവർ അത് തിന്ന് അവരുടെ ആർത്തി മാറുവോളം ഈ കാടപ്പക്ഷികൾ അവരുടെ ഇടയ്ക്ക് നിറയുകയാണ്. അന്ന് പകലും രാത്രിയും പിറ്റേന്നുമെല്ലാം ഇവർ കാടപ്പക്ഷികളെ നിറയ്ക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ ഇസ്രായേൽ ജനം ഇപ്രകാരം ദൈവത്തിന്റെ പരിപാലനയൊക്കെ തിരിച്ചറിഞ്ഞ് പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമൊക്കെ ആയിട്ടും കൂടി ഉണ്ടായിരുന്ന ഈ ദൈവത്തെ തള്ളിപ്പറഞ്ഞൊക്കെ ആണെങ്കിലും ദൈവം അവരെ നിരന്തരം പരിപാലിച്ചുകൊണ്ട് കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഈ കാനാൻ ദേശത്തെത്തിയ ഇസ്രായേൽ ജനം പിന്നെയും ഈ സത്യദൈവമായ യഹോവയെ മറന്ന് പിന്നെയും അന്യദേവന്മാരുടെ പിന്നാലെ പോവുകയാണ്. ഇപ്രകാരം അന്യദേവന്മാരോട് പിന്നാലെ പോയി കഴിയുമ്പോൾ പല രാജ്യങ്ങളും വന്ന് അവരെ ആക്രമിക്കുന്നുണ്ട്. വളരെ പ്രത്യേകമായിട്ട് അസീറിയൻ രാജ്യവും ബാബിലോൺ രാജ്യവും ഇവരെ ആക്രമിക്കുന്നതായിട്ട് നമ്മൾ ഈ സുവിശേഷത്തിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇപ്രകാരം ബാബിലോണിലേക്ക് പ്രവാസത്തിലേക്ക് പോയ ജനത്തെ ആശ്വസിപ്പിക്കാനായിട്ട് വരുന്ന ഏഷ്യ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. 46-ാം അധ്യായത്തില് 9-ാം വചനത്തിലൂടെ ദൈവമായ കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുകയാണ്: നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക, ഞാനാണ് നിങ്ങളുടെ ദൈവം, ഞാനാണ് നിങ്ങളുടെ ഒരേ ഒരു ദൈവം. നിങ്ങൾ നിങ്ങളുടെ കൈവശമുള്ള വെള്ളിയും സ്വർണവും ഒക്കെ എടുത്തുകൊണ്ട് ഒരു സ്വർണ്ണപ്പണിക്കാരന് കൊടുത്തുകൊണ്ട് ഒരു ശില്പം ഉണ്ടാക്കി അതിനെ നിരന്തരം ആരാധിക്കുകയാണ്. എന്നാൽ സത്യദൈവമായ ഞാനാണെന്നും ദൈവം നിരന്തരം അവരെ ഓർമ്മിപ്പിക്കുകയാണ്: നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക. ദൈവം നമ്മയോടും ഇന്ന് ആവശ്യപ്പെടുന്നതാണ്, പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. ഈ പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായിട്ടാണല്ലോ പുതിയ നിയമം വരുന്നത്. കാനായിലെ കല്യാണ വിരുന്നില് ഈശോ അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 6 കൽഭരണികളാണ് അവിടെ ഉണ്ടായിരുന്നത്. 6 എന്ന് പറയുന്നത് വിശുദ്ധ ഗ്രന്ഥകാരന്റെ ചിന്തയില് ഒരു അപൂർണമായ ഒരു സംഖ്യയാണ്. പഴയ നിയമം എന്ന് പറയുന്നത് അപൂർണമാണ്. ക്രിസ്തു വന്നിട്ട് അതിനെ പൂർണ്ണമാക്കുന്നത്, പൂർത്തീകരിക്കുന്നത് നമ്മൾ കാണുകയാണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ പൂർത്തീകരണം നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിലാണ്. അവൻ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ്, അവൻ മഹത്വപ്പെടുത്തുകയാണ്. അവന്റെ കുരിശുമരണത്തിലൂടെ അവൻ തന്നെ തന്നെ നമുക്കായിട്ട് സ്വയം സമർപ്പിക്കുകയാണ്. ഈ വചനവിചിന്തനത്തിലൂടെ നമ്മൾ ഇന്ന് ധ്യാനിക്കുമ്പോൾ ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അവന്റെ മഹത്വം നമ്മൾ വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയുവാനാണ്.
യോഹന്നാൻ ശ്ലീഹ തന്റെ ചുറ്റുമുള്ള അടയാളങ്ങളെ രേഖപ്പെടുത്തിയതുപോലെ ക്രിസ്തു ഇന്ന് നമ്മുടെ ജീവിതത്തിലും നിരന്തരം അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നാം അത് തിരിച്ചറിയുന്നുണ്ടോ? ഒരു സംഭവം ഓർക്കുകയാണ്. എൻ്റെ ചേച്ചി, ഞങ്ങൾ 4 മക്കളാണ്, ഏറ്റവും മൂത്തതാണ് ചേച്ചി. അപ്പൊ ചേച്ചി മെന്റലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ചേച്ചി കുറച്ച് നാള് കുന്നന്താനത്തുള്ള LSTP സിസ്റ്റേഴ്സിന്റെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അപ്പൊ ഈ ചേച്ചിയെ കാണുവാനായിട്ട് ഞാൻ വെക്കേഷനൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. അങ്ങനെ പോയി കഴിയുമ്പോൾ അന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട അഭിഷേക് എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഓർക്കുകയാണ്. അവന് 2 കൈയുമില്ല, 2 കാലുമില്ല. എന്നാൽ ആദ്യമായിട്ട് അവനെ കണ്ടപ്പോൾ അവൻ പറഞ്ഞ വചനം ഓർക്കുന്നു: അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഇത്തരം സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ ദൈവം നമുക്ക് നൽകിയ കൃപകളും നന്മകളും ഓർത്ത് ദൈവത്തെ നന്ദി പറയും. കാരണം എത്രയോ നന്മകളാണ് ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത എത്രയോ പേരാണുള്ളത്. എത്രയോ അനുഗ്രഹമാണ് നിരന്തരം ജീവിതത്തിലൂടെ ദൈവം നമുക്ക് ചൊരിഞ്ഞിരുന്നത്. നമുക്ക് നല്ല സ്നേഹനിധിയായ മാതാപിതാക്കളെ നൽകിയിട്ടുണ്ട്, നമുക്ക് നല്ല സഹോദരങ്ങളെ നൽകിയിട്ടുണ്ട്. അപ്പൊ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇനി വചനത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അത് തന്നെയാണ്. നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ കൂടുതൽ നന്നായിട്ട് മഹത്വപ്പെടുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ശിഷ്യന്മാരെ പോലെ അവിടെ കൂടിയിരുന്ന കാനായിലുണ്ടായിരുന്ന അനേകം പേരുണ്ടായിരുന്നു. സുവിശേഷം എഴുതി വെക്കുന്നത് അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. വളരെ കുറച്ചു പേർ മാത്രമാണ് ക്രിസ്തുവിനെ തിരിച്ചറിയുന്നതും അവന്റെ വചനം മനസ്സിലാക്കുന്നതും. ആ കുറച്ചുപേരിൽ ഒരാളായിട്ട് മാറുവാനായിട്ട് ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. കൂടുതൽ ആഴത്തിൽ ഈശോയെ തിരിച്ചറിയാനായിട്ട്, ജീവിതത്തിൽ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന കൊച്ചു കാര്യങ്ങൾ ഇടപെടുന്ന ആ ദൈവത്തെ കാണുവാനായിട്ട്, മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.